വയനാട് മുണ്ടക്കൈ ചുരുൾമല ദുരന്തവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസ് ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ്. ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിന് ചെലവഴിക്കാനായി എത്ര തുക അനുവദിച്ചുവെന്ന് കേന്ദ്ര സർക്കാരിനോട് ഇന്ന് അറിയിക്കാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. SDRF-ൽ ചെലവഴിക്കാൻ കഴിയുന്ന തുക എത്രയെന്ന് അറിയിക്കാൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയോടും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ഉമേഷാണ് ആദ്യം തന്നെ കൊച്ചിയിൽ നിന്നും ചേരുന്നത്. ഉമേഷ്, ഗുഡ് മോർണിംഗ്. അത്ര നല്ല രീതിയിൽ ഗുഡ് മോർണിംഗ് പറയാൻ കഴിയുന്ന ഒരു വാർത്തയല്ല ഇതല്ലേ? കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങളൊക്കെയും നമ്മൾ വീക്ഷിക്കുമ്പോൾ, നിരീക്ഷിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ സമീപനം, മനോഭാവം അത്രത്തോളം വേദനിപ്പിക്കുന്നത് തന്നെയാണ്. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം കേരളത്തിനോട് ചിറ്റമ്മ നയം തുടരുന്ന ഘട്ടത്തിലാണ് ഇന്ന് ഹൈക്കോടതി ഈ കേസ് എടുക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് ആദ്യം തന്നെ പോകാം. എന്താണ് കോടതിയുമായി ബന്ധപ്പെട്ട ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ? പ്രിയ, ഗുഡ് മോർണിംഗ്. ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ ഇപ്പോഴും ഇക്കാര്യത്തിലൊരു വ്യക്തത വരുത്താൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പ്രശ്നം. എല്ലാ ആഴ്ചയും ഈ വയനാട്ടിലെ ദുരന്തവുമായി ബന്ധപ്പെട്ട് സ്വമേധയാ എടുത്ത കേസ് ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചു വരുന്നുണ്ട്. അപ്പോഴൊക്കെ കേന്ദ്ര സർക്കാർ വാദിക്കുന്നത് സംസ്ഥാനത്തിന് തുക ഇതിനകം തന്നെ അനുവദിച്ചു കഴിഞ്ഞിട്ടുണ്ട്, ദുരന്ത നിവാരണ ഫണ്ടിലേക്ക് തുക നൽകിയിട്ടുണ്ട്, അത് ഉപയോഗിക്കാവുന്നതാണ് എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതേസമയം സംസ്ഥാനം ചൂണ്ടിക്കാട്ടുന്നുണ്ട് പ്രത്യേക പാക്കേജാണ് സംസ്ഥാനം ആവശ്യപ്പെടുന്നത്. എല്ലാ വർഷവും തരുന്ന തുകയല്ല, അത് ഉപയോഗിക്കുന്നതിൽ പല മാനദണ്ഡങ്ങളുമുണ്ട്. അത് സംസ്ഥാനത്തിനാകെയുള്ള ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തരുന്നതാണ്. 2219 കോടിയുടെ പ്രത്യേക പാക്കേജാണ് ആവശ്യം. അതുമായി ബന്ധപ്പെട്ട നിവേദനങ്ങളൊക്കെ മാനദണ്ഡം പാലിച്ച് നേരത്തെ തന്നെ നൽകിയിരുന്നതാണ് എന്നൊക്കെ സംസ്ഥാന സർക്കാർ പലതവണ ഈ കോടതിയിൽ അറിയിച്ചതാണ്. ഏറ്റവും ഒടുവിൽ ഇന്നലെ ഈ കേസ് പരിഗണിച്ചപ്പോഴാണ് കോടതി പറഞ്ഞത് അങ്ങനെയെങ്കിൽ എത്ര തുക ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന് അനുവദിച്ചു എന്നതിൻ്റെ കൃത്യമായ കണക്ക് ഇന്ന് അറിയിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിലേക്കാണെങ്കിലും അതുമായി ബന്ധപ്പെട്ടൊക്കെ എത്ര തുക കൃത്യമായി അനുവദിച്ചിട്ടുണ്ട്, അത് എത്ര തുക ചെലവഴിക്കാൻ കഴിയും തുടങ്ങിയ കാര്യങ്ങളൊക്കെ കേന്ദ്ര സർക്കാരിനോട് ഇക്കാര്യത്തിലൊരു വ്യക്തത വരുത്താൻ വേണ്ടി നിർദ്ദേശിച്ചിരിക്കുകയാണ്. അതേസമയം സംസ്ഥാന സർക്കാരിനോടും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിനോട് പറഞ്ഞത് ഈ SDRF-ൽ ഉള്ള തുക, SDRF-ലേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതവുമുണ്ട്, അതെല്ലാ വർഷവും നൽകുന്നുണ്ട്. ആ തുകയിൽ എത്ര തുക ഈ വയനാട്ടിലെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കാൻ കഴിയും എന്നതിൻ്റെ കണക്ക് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഫിനാൻസ് ഓഫീസറോട് ഇന്ന് അറിയിക്കാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ രണ്ട് കൂട്ടരും അറിയിക്കുന്നതോടെ ഇക്കാര്യത്തിലൊരു വ്യക്തത വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ വാദിക്കുന്നുണ്ട് ഈ SDRF-ലേക്ക് അനുവദിച്ച അതിൽ നീക്കിയിരിപ്പായി 782 കോടിയോളം രൂപ ഇപ്പോഴും ഉണ്ട്. അതിൻ്റെ 50% തുക ഈ വയനാട്ടിലെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കണം എന്നാണ് കേന്ദ്ര സർക്കാർ വാദിക്കുന്നത്. എന്നാൽ സംസ്ഥാനം അതുമായി ബന്ധപ്പെട്ട കണക്കിൽ വ്യക്തത നേരത്തെ പറഞ്ഞിട്ടുണ്ട്. 291 കോടി പല ഗഡുക്കളായി, 2 ഗഡുക്കളായി സംസ്ഥാനത്തിന് അനുവദിച്ചതല്ലാതെ ഒരൊറ്റ പൈസ ഈ വയനാട്ടിലെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രമായി ഇതുവരെയും നൽകാൻ കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ല. പ്രത്യേക പാക്കേജ് അനുവദിച്ച് നൽകണം, അത് ഏതൊക്കെ മാനദണ്ഡങ്ങൾ പ്രകാരമാണ് എന്നത് സംബന്ധിച്ച് വിശദമായ മെമ്മോറാണ്ടം, കൃത്യമായ നിവേദനം നൽകിയിട്ടും അതിലും ഇതുവരെ ഒരു അനുകൂല പ്രതികരണം ഉണ്ടായിട്ടില്ല. വയനാട്ടിലെ ദുരന്തബാധിതരുടെ വ്യക്തിഗത വായ്പകൾ എഴുതി തള്ളണം എന്നൊരാവശ്യവും സംസ്ഥാന സർക്കാർ മുന്നോട്ട് വച്ചിരുന്നു. അതിനും അനുകൂലമായൊരു പ്രതികരണം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ദുരന്തമുഖത്ത് ഇത്തരത്തിൽ ഒരു നിഷേധാത്മകമായ സമീപനം, അല്ലെങ്കിൽ കേരളത്തിനോട് അനുകൂലമല്ലാത്തൊരു സമീപനം ഇപ്പോഴും കേന്ദ്ര സർക്കാർ തുടരുകയാണ് എന്ന് പലകുറി സംസ്ഥാന സർക്കാർ കോടതിയെ ബോധ്യപ്പെടുത്തിയതാണ്. ഈ എയർലിഫ്റ്റിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തതിൽ ബില്ലടക്കം കേന്ദ്ര സർക്കാർ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. അത് കോടതി അതുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ അത് പിന്നീട് തിരിച്ചു നൽകും എന്നൊക്കെയാണ് കേന്ദ്ര സർക്കാർ വിശദീകരിച്ചത്. അത് മറ്റൊരു ദുരന്തമാക്കി മാറ്റരുത് എന്നാണ് ആ വിഷയം സൂചിപ്പിച്ചപ്പോൾ കോടതി ചൂണ്ടിക്കാട്ടിയത്. ഒരിക്കലും മുൻകൂട്ടി അറിയിച്ചല്ല ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്, അതുകൊണ്ട് ദുരന്തത്തിന് ശേഷം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം എന്നൊക്കെ ഹൈക്കോടതി നേരത്തെ വ്യക്തമാക്കിയതാണ്. ഏതായാലും ഏറ്റവും ഒടുവിൽ ഇത് സംബന്ധിച്ച കണക്കിൽ വ്യക്തത വരുത്താനാണ് കേന്ദ്ര സർക്കാരിനോടും ഒപ്പം സംസ്ഥാനത്തിനോടും കോടതി ആവശ്യപ്പെട്ടത്. ഇന്ന് കേസ് പരിഗണിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വ്യക്തത ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു.
ഉമേഷ്, അത് തന്നെയാണ് നമ്മൾക്ക് ആവശ്യം. കാരണം ഇത് ഓരോ ദിവസവും മുൻപോട്ട് പോകുന്തോറും വൈകുകയാണ്. അവിടെ പ്രവർത്തനങ്ങൾ നടക്കണം, കാര്യങ്ങൾ മുൻപോട്ട് പോകണം, അതിന് തുക അനിവാര്യമായ ഘടകമാണ്. അത് അത്യാവശ്യമായി കേരളത്തിൽ ലഭിക്കുകയും വേണം. ഇതിലിപ്പോൾ പറഞ്ഞിരിക്കുന്നത് പോലെ എത്രത്തോളം ചിലവാകും അല്ലെങ്കിൽ എത്രത്തോളം ആവശ്യമുണ്ട് എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് കേരളം കോടതിക്ക് മുൻപിൽ അറിയിക്കാൻ പോകുന്നത്. അത് വ്യക്തമായ വിവരങ്ങളും കണക്കുകളും പ്രകാരം തന്നെയാണ് ആ കാര്യങ്ങളൊക്കെ മുൻപോട്ട് വെക്കുന്നത്. നേരത്തെയും ദുരന്തമുണ്ടായി കഴിഞ്ഞ ഈ കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ട് കാര്യവുമാണ്. പക്ഷേ കേന്ദ്ര സർക്കാർ പല കാര്യങ്ങൾ പറഞ്ഞ് പല വിഷയങ്ങൾ പറഞ്ഞ് ഇതിനെ വഴിതിരിച്ചു വിടുന്നു, വൈകിപ്പിക്കുന്ന ഒരു സമീപനം കാണാനും സാധിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും എന്തുകൊണ്ട് ഇത്രത്തോളം ഈ തുക കൈമാറുന്ന കാര്യത്തിൽ വിമുഖത വരുന്നു അല്ലെങ്കിൽ വൈകുന്നു എന്നതിൽ ഒരു മറുപടി ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ മറുപടി എത്രത്തോളം വ്യക്തത ഉള്ളതാണ് എന്നതും ഒരു ചോദ്യമാണല്ലോ. പ്രിയ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പ്രത്യേക പാക്കേജ് സംബന്ധിച്ച് അത് നൽകുന്ന സംബന്ധിച്ച് ഇതുവരെ ഒരു അനുകൂല പ്രതികരണം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഈ കേന്ദ്ര സർക്കാർ പറയുന്നതൊക്കെയും ഈ എല്ലാ വർഷവും എല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകുന്ന ദുരന്ത നിവാരണ ഫണ്ടിലേക്കുള്ള കേന്ദ്ര വിഹിതം അത് നൽകിയിട്ടുണ്ട്, അത് ഉപയോഗിക്കൂ എന്നാണ് കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. അത് കേരളത്തിന് മാത്രമായി നൽകുന്നതല്ല, എല്ലാ സംസ്ഥാനങ്ങൾക്കും എല്ലാ വർഷവും ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി അനുവദിക്കുന്നതാണ്. പക്ഷേ കേരളത്തിലെ സാഹചര്യം ഇപ്പോൾ അതല്ല. 4 മാസം മുമ്പ് വലിയൊരു ദുരന്തമാണ് കേരളം നേരിട്ടത്. വയനാട്ടിൽ മുണ്ടക്കൈ ചൂരൽമല വലിയ ദുരന്തം ഉണ്ടായി. അത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ നേരത്തെ തന്നെ സംസ്ഥാനം ആവശ്യപ്പെട്ടതാണ്. അതിലൊന്നും തന്നെ ഇതുവരെ തീരുമാനമായിട്ടില്ല. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ഒരു സാഹചര്യം, ഏറ്റവും സങ്കടകരമായ ഒരു സാഹചര്യം കേരളം നേരിടുന്നുണ്ട്, വയനാട് നേരിടുന്നുണ്ട്. അതിലേക്കാണ് പ്രത്യേക പാക്കേജായി 2219 കോടി രൂപ അനുവദിക്കണം എന്നൊരാവശ്യം സംസ്ഥാനം ആവശ്യപ്പെടുന്നത്. ആ ആവശ്യങ്ങൾക്ക് അത് വിവിധ മന്ത്രാലയങ്ങൾ ഉൾപ്പെട്ട സമിതി അത് പരിശോധിച്ച് വരികയാണ് എന്നൊക്കെയാണ് ഓരോ തവണ കേസ് പരിഗണിക്കുമ്പോഴും കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ ഇപ്പോഴും ചൂണ്ടിക്കാട്ടുന്നത് ഈ ദുരന്ത നിവാരണ ഫണ്ടിലേക്ക് SDRF സംസ്ഥാനത്തിൻ്റെ ദുരന്ത നിവാരണ ഫണ്ടിലേക്കുള്ള കേന്ദ്ര വിഹിതം അത് ഇത്തവണയും നൽകിയിട്ടുണ്ട്, അതിൽ തുക ബാക്കിയുണ്ട്, അത് ഉപയോഗിക്കുക എന്നൊക്കെ പറയുന്നു. ഒപ്പം അടിയന്തര സഹായമായി ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് 153.467 കോടി നൽകാൻ തീരുമാനിച്ചു എന്നൊക്കെ കേന്ദ്രം പറയുമ്പോൾ തന്നെ ഇത് ഉപയോഗിക്കുന്നത് സംബന്ധിച്ച ചില നിബന്ധനകൾ അത് വെച്ചിട്ടുണ്ട്. അത് ശരിയായ രീതിയല്ല എന്നൊക്കെ സംസ്ഥാന സർക്കാർ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ വളരെ നിഷേധാത്മക സമീപനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇക്കാര്യത്തിൽ തുടരുകയാണ് എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെയും സാഹചര്യം. ഈ പ്രത്യേക പാക്കേജ് സംബന്ധിച്ച് എന്തെങ്കിലും അനുകൂലമായ മറുപടി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നുള്ളത് പ്രധാനമാണ്. ഒപ്പം ഈ പറഞ്ഞ കണക്ക് ഈ എല്ലാ വർഷവും നൽകുന്നതിൽ എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും, എത്ര തുക ഇതുവരെ അനുവദിച്ചിട്ടുണ്ട് എന്ന ചോദ്യത്തിനൊക്കെ കൃത്യമായ മറുപടി പറയുമോ എന്നുള്ളത് തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ശരി ഉമേഷ്, എന്തായാലും ഹൈക്കോടതി ഇന്ന് ഈ കേസ് പരിഗണിക്കുകയാണ്. വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസാണ് ഇന്ന് വീണ്ടും പരിഗണിക്കുക. ഇതിൽ പ്രധാനമായും ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിന് ചെലവഴിക്കാൻ എത്ര തുക അനുവദിച്ചുവെന്ന് കേന്ദ്ര സർക്കാരിനോട് അറിയിക്കാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. നമുക്കറിയാം കേരളത്തിനോട് കേന്ദ്ര സർക്കാർ കാട്ടിക്കൊണ്ടിരിക്കുന്ന നയങ്ങൾ, രീതികൾ, ഇതിനൊക്കെയും ഒരുപാട് ബുദ്ധിമുട്ടുകൾ സംസ്ഥാനം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാതെ വയ്യ. വയനാട് ഇത്രത്തോളം വലിയൊരു ദുരന്തം നേരിട്ടിട്ട് മാസങ്ങൾ പിന്നിടുന്നു. എന്നിട്ടും യാതൊരു തരത്തിലും ആവശ്യമായ രീതിയിൽ സഹായം അല്ലെങ്കിൽ സഹായധനം നൽകാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കുന്നില്ല. അതിന് പല കാര്യങ്ങൾ പറഞ്ഞ് പല വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വിമുഖത കാട്ടുന്ന കേന്ദ്ര സർക്കാരിൻ്റെ സമീപനത്തെയാണ് നമ്മൾ കാണുന്നത്. അതേസമയം മറ്റ് സംസ്ഥാനങ്ങളിൽ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മാസങ്ങൾ വേണ്ട ദിവസങ്ങൾക്കകം തന്നെ തുക അനുവദിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ അവർക്ക് ആശ്വാസമാകുന്ന തരത്തിലുള്ള തുക നൽകിക്കൊണ്ട് ഉടനടി പരിഹാരങ്ങൾ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ചെയ്യുന്ന ഒരു രീതിയും നമ്മൾ കാണുകയാണ്. എന്താണ് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് കേരളം ഇന്ത്യയിലല്ലേ എന്ന ചോദ്യം വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഹൈക്കോടതി ഇന്ന് കേസ് വീണ്ടും പരിഗണിക്കുകയാണ്. SDRFൽ ചെലവഴിക്കാൻ കഴിയുന്ന തുക എത്രയെന്ന് അറിയിക്കാൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയോടും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിനൊക്കെയും ഉള്ള മറുപടികൾ കോടതിയിൽ ലഭ്യമാകും. അതിനനുസരിച്ച് ഉടൻ തന്നെ ഇക്കാര്യത്തിലൊക്കെ ഒരു തീരുമാനമുണ്ടാകും. സംസ്ഥാനത്തിന് വയനാടിന് വേണ്ട തുക കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും നൽകും, അല്ലെങ്കിൽ അതിന് ഈ നടപടികളൊക്കെ കഴിയുന്ന ഘട്ടങ്ങളിൽ ഉടൻ തന്നെ അത് ലഭ്യമാകാൻ സാധിക്കട്ടെ. അതിന് കഴിയും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അത് നമ്മുടെ ആവശ്യവുമായി മാറിയിരിക്കുകയാണല്ലോ.